16ാമത്തെ ദിനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. ये 16वां दिन भी खुदा हमसे बातें करने पाए. ഒട്ടും സമയം കളയാതെ തിരുവചനത്തിലേക്ക് നിങ്ങളുടെ समय बर्बाद किए बगैर हम वचन की ओर चलते हैं. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 8ാമത്തെ വാക്യം. याकूब की पत्री 4वां अध्याय का 8वां वचन. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. परमेश्वर के निकट आओ तो वह भी तुम्हारे निकट आएगा. യേശുവിന്റെ സഹോദരനായ യാക്കോബ് ഈ ലേഖനം എഴുതുമ്പോൾ जब यीशु मसीह का भाई याकूब ये अध्याय लिख रहा था तो ദൈവസഭയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടത്തെ സംബോധന ചെയ്തുകൊണ്ടാണ് എഴുതുന്നത്. प्रभु की सभा और प्रभु के लिए खड़े हुए लोगों के लिए संबोधित करके बोल रहा है. പുറത്തുള്ള ഒരു വ്യക്തികൾക്ക് വേണ്ടിയല്ല, സാർവത്രിക സഭയ്ക്ക് വേണ്ടി എഴുതപ്പെട്ട ലേഖനമാണ് യാക്കോബിന്റെ ലേഖനം. बाहर वालों के लिए नहीं, बल्कि कलीसिया के लिए, उनके अंदर के लोगों के लिए याकूब ने ये पत्री लिखा था. സഭയ്ക്കകത്ത് ഏതൊക്കെ നിലകളിൽ ദൈവവിശ്വാസികൾ പ്രയോജനപ്പെടണം, അവർ ഏത് നിലയിൽ ദൈവത്തിന് വേണ്ടി നിലനിൽക്കണം എന്നുള്ളത് വ്യക്തമായി യാക്കോബ് തന്റെ ലേഖനത്തിൽ പറയുകയാണ്. याकूब अपनी पत्री में बताता है कि कलीसिया के जो लोग हैं, कलीसिया के लिए कैसे उपयोगी होना है करके. ഈ വചനങ്ങളെ നമ്മൾ ആഴമായിട്ട് ഏറ്റെടുത്ത് ബലം പ്രാപിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. इन वचनों के द्वारा खुदा हमें बड़ा बल और सामर्थ्य देने നമ്മൾ ഈ पाए. വായിച്ച വചനത്തിന്റെ അകത്ത് രണ്ട് കാര്യങ്ങൾ കിടപ്പുണ്ട്. दिए हुए वचन में दो बात पड़ा है. ഒന്ന് കൽപ്പനയാണ്, एक तो आज्ञा है രണ്ട് വാഗ്ദത്തമാണ്. और दूसरा वायदा है. കൽപ്പന എന്തെന്ന് ചോദിച്ചാൽ आज्ञा बोले तो ദൈവത്തോട് അടുത്ത് ചെല്ലുക. और परमेश्वर के निकट आओ. ഇത് ദൈവം നമ്മളോട് പറഞ്ഞ കൽപ്പനയാണ്, അല്ലെങ്കിൽ ആഹ്വാനമാണ്. और परमेश्वर ने दिया आह्वान या आज्ञा है, निकट आओ. രണ്ട് വാഗ്ദത്തം എന്താണ്? और दूसरा वायदा അവൻ क्या है? നിങ്ങളോട് അടുത്ത് വരും. वो तुम्हारे करीब आएगा. അവ കൽപ്പന നമ്മൾ ചെയ്യാൻ തയ്യാറായാൽ जब हम आज्ञा को मानेंगे വാഗ്ദത്തം നമ്മളിൽ तो പൂർത്തീകരിക്കപ്പെടും. वायदा हमें पूर्ण होगा. ഈ ഉപവാസ പ്രാർത്ഥനയിലും ദൈവമക്കൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്, ये उपवास प्रार्थना में आपको क्या समझना ദൈവം है? പറയുന്ന കൽപ്പനകളെ നാം സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ अगर परमेश्वर ने दिए आज्ञा को हम स्वीकार करने के लिए तैयार हो, ദൈവം തന്റെ വാഗ്ദത്തം നമ്മളോട് പറയപ്പെട്ടിട്ടുള്ളത് ഒന്നുപോലും കുറയാതെ നമ്മളിൽ വെളിപ്പെടും. तो परमेश्वर हमारे लिए जो वायदे रखा है, एक भी घटी हुए बगैर वो पूरा करेगा. അപ്പൊ ഇവിടെ ദൈവം പറയുന്ന വാഗ്ദത്തം, यहाँ परमेश्वर ने दिया वायदा, ഞാൻ നിങ്ങളോട് അടുത്ത് വരും. मैं तुम्हारे निकट आऊंगा. ഇതിൽ കൂടുതൽ എന്നാ അനുഗ്രഹം നമുക്ക് വേണ്ടത്, അല്ലേ? हमको इससे ज्यादा क्या आशीष चाहिए? നമ്മുടെ ദൈവം നമ്മോട് കൂടെ വരിക, നമ്മോട് കൂടി ഇരിക്കുക എന്ന് പറയുന്നതിനപ്പുറത്തൊരു സന്തോഷം നമുക്ക് വേറെ ഇല്ല. प्रभु हमसे कह रहा है, मैं तुम्हारे साथ और तुम्हारे निकट रहूंगा. इससे बड़ी आनंद की बात हमारे लिए क्या हो सकती ഇനി है? ആരാണ് ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലേണ്ടത്? कौन है खुदा के निकट आना है? അതിന്റെ തൊട്ട് പുറകിലുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ ആഴം മനസ്സിലാക്കാൻ उसके കഴിയും. पीछे के वचनों को जब हम पढ़ेंगे तो उसकी गहराई को समझेंगे. എന്നാൽ പോലും യേശുവിന്റെ അടുക്കലേക്ക് വരേണ്ടവരെ കുറിച്ച് യേശു കർത്താവ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് വായിക്കാം. परमेश्वर अपने निकट आने वालों के लिए दिए गए एक स्टेटमेंट के बारे में बताना चाहता മത്തായി हूं. സുവിശേഷം 11-ാം അധ്യായം 28ാമത്തെ വാക്യം. मत्ती 11 का 28. അവിടെ മൂന്ന് കാര്യങ്ങൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. यहाँ 3 बातों को हम समझ सकते हैं. യേശുവിന്റെ അടുക്കലേക്ക് വരേണ്ടവരാരാണ്? यीशु के निकट आने वाले कौन हैं? ഒന്ന്, അധ്വാനിക്കുന്നവർ. पहला, परिश्रम करने രണ്ട്, वाले. ഭാരം ചുമക്കുന്നവർ. दूसरा, बोझ से दबे हुए लोग. മൂന്ന്, ആശ്വാസമില്ലാത്തവർ. और जिसको विश्राम नहीं है, आश्वासन नहीं है, वे लोग. അപ്പൊ ഈ മൂന്ന് കൂട്ടർ യേശുവിന്റെ അടുക്കലേക്ക് വരുന്നു. ये 3 लोग जो परमेश्वर के पास. സമൂഹത്തെ നോക്കിയിട്ടാ പറയുന്നത്. पर यीशु मसीह ये वचनों को एक समूह को या बाहर वालों को बोलता है. അധ്വാനിക്കുന്ന ഒരു കൂട്ടം. परिश्रम करने वाला एक झुंड. എന്താണ് ഈ അധ്വാനിക്കുന്ന കൂട്ടത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞത്? परमेश्वर ने ये परिश्रम करने वाले झुंड को देख के क्या कहा? അവര് രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നുണ്ട്, वो सुबह शाम ना देखे बगैर मेहनत करते हैं, പക്ഷെ അവർക്കൊരു സന്തോഷമില്ല. पर उनके अंदर एक आनंद नहीं है. അധ്വാനം ഭയങ്കരമാണ്, मेहनत तो करते हैं, കഷ്ടതയാണ് വീണ്ടും. बहुत कष्ट में है. അങ്ങനെയുള്ള ഒരു കൂട്ടം സമൂഹത്തോട് ऐसा एक झुंड को യേശു പറയുന്നു, അധ്വാനിക്കുന്നവർ എന്റെ അടുക്ക വാ. ऐसे वालों को परमेश्वर कहता है, परिश्रम करने वाले मेरे पास आओ. അടുത്തത് ഭാരം ചുമക്കുന്നവർ. और दूसरा है बोझ से दबे लोग. എടുക്കാൻ കഴിയാത്ത ചുമടുമായി ജീവിതത്തിന്റെ ഭാരങ്ങളെ ചുമന്ന് നടക്കുന്ന ഒരു കൂട്ടത്തോട് യേശു പറയുന്നു, ഭാരം ചുമക്കുന്നവർ കടന്നു വരിക. जीवन रूपी बोझों को ढोने वाले कुछ लोगों को भी परमेश्वर कहता है, मेरे निकट आओ. അടുത്തത് പറയാണ്, ആശ്വാസമില്ലാത്തവർ. और तीसरा कहता है, जिसको आश्वासन या शांति नहीं ആശ്വാസത്തിന് വേണ്ടി ഓടി നടന്നിട്ടും, है, शांति के लिए वे भाग रहे हैं. ആശ്വാസം ഇന്നടത്ത് കിട്ടും, ഇവിടെ കിട്ടും, അവിടെ നിന്ന് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഓടി ഓടി കാലങ്ങൾ തള്ളി നീക്കിയിട്ടും ആശ്വാസം കിട്ടാത്ത ഒരു കൂട്ടത്തോട് യേശു പറയുക, ആശ്വാസം എന്റെ അടുക്കലുണ്ട്. ये शांति इनको
को खोज कर उधर इधर घूमने वाले लोगों को परमेश्वर कहता है विश्राम और शांति मेरे पास है, मेरे निकट आ जाओ। യേശുവിന്റെ അടുക്കൽ വരുന്നവർക്ക് ആശ്വാസം ലഭിക്കപ്പെടുന്നു. यीशु मसीह के करीब आने वाले को विश्राम या शांति प्राप्त होता है। ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആശ്വാസം എന്ന് പറയുന്നത്. सबसे ज्यादा मिलने वाला अनुग्रह है शांति। ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. परमेश्वर हमें विश्राम या शांति देता है, मामूली बात नहीं। നമ്മുടെയൊക്കെ മനസ്സ് വ്യാകുലപ്പെടുമ്പോഴും വേദനപ്പെടുമ്പോഴും ഒക്കെ ആശ്വാസം ക്രിസ്തുവിൽ ലഭിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ആശ്വാസമാണത്. कई बार हम हृदय में व्याकुल होते हैं तो परमेश्वर के द्वारा हमें विश्राम मिलता है, वो बहुत बड़ी बात होती है। എന്നാൽ യാക്കോബ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ यहाँ प्रेरित के बारे में बोला जाए तो ആർക്കാണ് ആശ്വാസം ലഭിക്കപ്പെടുന്നത്? किसको है आश्वासन या विश्राम? ആരാണ് ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലേണ്ടത്? कौन है खुदा के नजदीक आना है? ദൈവം അടുക്കലേക്ക് വരുമ്പോൾ ലഭിക്കപ്പെടുന്ന അനുഗ്രഹങ്ങൾ എന്താണ്? जब खुदा नजदीक आता है तो हमें क्या अनुग्रह मिलता है? ഇതെല്ലാം യാക്കോബ് അതിശക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. याकूब बड़े बातों को इसमें बताता है। അതിന്റെ തൊട്ട് പുറകിലെ വാക്യങ്ങൾ വായിക്കുമ്പോൾ जब हम उन याकूब के दूसरे वचनों को ആറാമത്തെ വാക്യം തൊട്ട് വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ ആഴം മനസ്സിലാക്കാൻ പറ്റും. 6वें वचन से जब हम पढ़ते हैं യാക്കോബ് പറയാണ് താഴ്മയുള്ളവർക്ക് അവൻ എന്ത് കൊടുക്കുന്നു? കൃപ കൊടുക്കുന്നു. परमेश्वर का वचन याकूब में लिखा दीनों को परमेश्वर अनुग्रह देता അപ്പൊ है। നമ്മൾ ദൈവസന്നിധിയിലേക്ക് താഴാ മനസ്സ് വെക്കണം, അപ്പോഴാ ദൈവത്തിന്റെ കൃപ കിട്ടുന്നത്. हम प्रभु के सानिध्य में दीन बनेंगे तभी परमेश्वर का अनुग्रह में प्राप्त होगा। അതിനു മുമ്പ് യാക്കോബ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. उससे पहले याकूब एक ഈ सवाल करता है, ആത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തന്നത് എന്തിനാണ്? जिस आत्मा को मैंने तुम्हारे भीतर से क्यों അസൂയയ്ക്ക് दिया? വേണ്ടിയാണോ ഞാൻ ആത്മാവിനെ തന്നത്? क्या मैंने जलन के लिए तुम्हें दिया है? ഞാൻ क्या എന്തിനാണ് ആത്മാവിനെ നിങ്ങൾക്ക് നൽകി തന്നത്? क्यों आपको आत्मा दिया गया है? നിങ്ങൾ സന്തോഷത്തോടെ മുൻപോട്ട് പോകാൻ, आप आनंद से आगे बढ़ने के താഴ്മ लिए, ധരിച്ചുകൊണ്ട് ജീവിക്കാൻ, दीन बनकर जीने के लिए, ദൈവസന്നിധിയിൽ നിലനിൽക്കുന്ന ഒരു നല്ല ആത്മീക ജീവിതം കെട്ടിപ്പടുക്കാനാണ് ദൈവം നമുക്ക് ആത്മാവിനെ നമുക്ക് നൽകി തന്നത്. परमेश्वर ने हमें आत्मा इसलिए दिया है कि हम प्रभु में आत्मिक रूप से जिए। കൃപയിലേക്ക് ദൈവമക്കൾ വരാൻ കഴിയണം. आप अनुग्रह की ओर आने की कोशिश करना है। നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം അതാ. हमारे लिए परमेश्वर का उद्देश्य यही है। ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? परमेश्वर के सानिध्य उपवास प्रार्थना करने वाले लोगों का उद्देश्य क्या है? തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് അസൂയയ്ക്ക് വേണ്ടിയല്ല, दिया हुआ जो आत्मा है जलन के लिए नहीं है, മറിച്ച് കൃപ വെളിപ്പെട്ട് വരണം. बल्कि आप में अनुग्रह दिखना അത് है। താഴ്മയിലൂടെ ലഭിക്കപ്പെടണം. वो दीनता से आप में होना है। അങ്ങനെ താഴ്മയുടെ ലഭിക്കപ്പെടണമെങ്കിൽ ധൈര്യത്തോടെ നമുക്ക് അവന്റെ അടുക്കൽ ചെല്ലാൻ പറ്റും. अगर दीनता से हम रहना है तो धैर्य के साथ प्रभु के करीब हमें जाना है। ഞാൻ ദൈവമക്കളോട് പറയാം, അധികം കൃപ ദൈവം തരും നമുക്ക്. परमेश्वर में हमें बहुत ज्यादा अनुग्रह അല്ലേ? देगा। ചെറിയ കൃപ, അധികം കൃപകൾ തരും. परमेश्वर अधिक अनुग्रह हमें देगा। അധികമായിട്ട് കൃപകളെ നമ്മുടെ മേൽ കർത്താവ് പകരും. परमेश्वर हमें अधिक अनुग्रहों से ഞാൻ भरेगा। മനസ്സിലാക്കുന്ന അധികമായിട്ട് ആ കർത്താവിന്റെ സ്നേഹം നമ്മുടെ മേൽ പകരപ്പെടുകയാണ്. परमेश्वर का प्रेम हम में अधिक प्रकट होता है। നമ്മൾ എത്രത്തോളം താഴുമോ അത്രത്തോളം അധികം കൃപ നമുക്ക് കിട്ടും. जितना हम प्रभु के सानिध्य में दीन बनेंगे उतना अनुग्रह खुदा से हमें ഈ मिलेगा। കൃപയ്ക്കായി നമ്മൾ എങ്ങോട്ട് ചെല്ലണമെന്നറിയാവോ? ആ കൃപാസനത്തിന്റെ അടുക്കലേക്ക് ചെല്ലണം. हमें अनुग्रह चाहिए तो अनुग्रह के सिंहासन के निकट हम എബ്രായ ലേഖനം 4:16 വാക്യം, തൽസമയത്തെ സഹായത്തിനുള്ള കൃപ പ്രാപിക്കേണ്ടതിനും നാം ധൈര്യത്തോടെ, ആർക്കാ ധൈര്യത്തോടെ പോകാൻ പറ്റുക? किस कौन धैर्य के साथ जा सकता है? ശ്രദ്ധിച്ചേ, ദൈവാത്മാവ് തന്നിരിക്കുന്ന ദൈവാത്മാവിൽ അസൂയയില്ലാത്തവർ, अगर परमेश्वर ने जो आत्मा हमें दिया है उसमें छलन ना या डाह ना होता, താഴ്മയോടെ നിലനിൽക്കുന്ന ഒരു ദൈവ പൈതൽ, दीनता से प्रभु में बने रहने वाला व्यक्ति को, ഇങ്ങനെയുള്ള ഒരു ദൈവ പൈതൽ മുൻപോട്ട് ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലാൻ പറ്റും. ऐसा एक व्यक्ति प्रभु का बच्चा खुदा के पास नजदीक जा सकता है। ധൈര്യസമേതം നമുക്ക് അടുത്ത് ചെല്ലാൻ പറ്റും. बड़े हियाव के साथ खुदा के नजदीक जा सकता है। ഇല്ലെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ അടുക്കിലേക്ക് എത്തത്തില്ല. नहीं तो खुदा के करीब हम नहीं जा നമ്മൾ पाएंगे। ഭയങ്കര ബിസി ആയി പോകും. हम बहुत ही बिजी हो നമ്മൾ जाएंगे। പലതിലും എന്ത് ചെയ്യുന്നറിയാമോ? മനസ്സ് ക്ഷീണിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോലും മനസ്സില്ലാതെ വരും. कई बातों में हम मन से थकित होकर हम प्रार्थना करने का भी मन नहीं होगा। പക്ഷെ ഞാൻ പറയാം, ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം ഇതാണ്. पर परमेश्वर हमारे जीवन में सबसे ज्यादा चाहने वाली बात കൃപയ്ക്ക് यह है, വേണ്ടി അവന്റെ അടുക്കിലേക്ക് ചെല്ലണം. अनुग्रह के लिए खुदा के करीब जाए। അത് നികളത്തോടെ ചെന്നാ കിട്ടത്തില്ല, हाँ के साथ नहीं जाना है, അസൂയോടെ ചെന്നാ കിട്ടത്തില്ല. जलन से नहीं जाना है, പ്രാപിച്ച ആത്മാവിന്റെ ബലത്തോടെ താഴ്മയോടെ ചെല്ലണം. प्राप्त किए हुए आत्मा से और दीनता से जाना है। താഴ്മയോടെ ചെന്ന ഒരുവനെയും ദൈവം നിർത്താതിരുന്നില്ല.
വിട്ടുതരുന്നിട്ടില്ല. दीनता से जो भी गया है खुदा उसको उठाए बगैर नहीं रहा है। ഓർക്കുക, ഈ ഉപവാസ പ്രാർത്ഥനയിൽ താഴ്മയോടാണ് ദൈവമക്കൾ ഈ ഉപവാസ പ്രാർത്ഥനയെ സംബന്ധിക്കുന്നതെങ്കിൽ अगर दीनता से आप खुदा के सानिध्य में आप उपस्थित होते हो तो ഓരോ ദിവസവും പരിശുദ്ധാത്മാവിൽ നമ്മൾ എത്രത്തോളം താഴ്മ ധരിക്കുമോ അത്രത്തോളം നമ്മൾ ഉയർച്ച പ്രാപിക്കും. जैसे जैसे पवित्र आत्मा में प्रतिदिन हम दीन होते उतना उतना खुदा हमें ऊंचाइयों में उठाएगा। അപ്പോൾ ഇത് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. खुदा हमसे चाहने वाला एक बात है ये। നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം ആഗ്രഹിക്കുന്ന ആ താഴ്മ നമ്മൾ വെളിപ്പെട്ടേ മതിയാകത്തുള്ളൂ. परमेश्वर हमसे जानने वाला वो दीनता हमें प्रकट होना जरूरी है। അപ്പോൾ യേശു കർത്താവ് ആഹ്വാനം ചെയ്യുന്നതും അത് തന്നെയാണ്. यीशु मसीह आह्वान भी इसी बात का करता है। അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആശ്വാസത്തിന് വേണ്ടി ദൈവത്തിന്റെ അടുക്കലേക്ക് बोझ ചെല്ലുക. से दबे परिश्रम करने वाले बोझ से दबे लोगों विश्राम करने मेरे करीब आओ। ആമേൻ. കാരണം അധ്വാനിക്കുന്നവർക്ക് ഏറ്റവും വലിയ ആവശ്യമാണ് വിശ്രാമം. क्योंकि परिश्रम करने वाले को सबसे ज्यादा जरूरी है विश्राम ആശ്വാസം पाना, ആവശ്യമാണ്. शांति की जरूरत है ആ उन्हें। ആശ്വാസത്തിലേക്ക് എത്തണം ദൈവമക്കൾ. वहां तक हमें पहुंचना है। അങ്ങനെ എത്തുമ്പോൾ നമുക്ക് കൃപ കൂടി കിട്ടും. ऐसे हम पहुंचेंगे तो हमें अनुग्रह बढ़ जाएगा। നമ്മൾ ആശ്വാസത്തിന് മനുഷ്യന്റെ അടുക്ക് ചെല്ലണ്ട. हम आश्वासन के लिए मनुष्य के करीब नहीं, നമ്മളെല്ലാവരും മറ്റുള്ളവരെ पर ആശ്വസിപ്പിക്കുന്നവരാകണം. हम दूसरों को आश्वासन देने वाले लोग हो सकते കാരണം हैं। നമ്മുടെ മേൽ പകരപ്പെട്ട അഭിഷേകം അതാണ്. क्योंकि हमारे ऊपर उंडेला गया अभिषेक है। നമ്മളെല്ലാവരെയും ആശ്വസിപ്പിക്കുന്നവരാകണം. हम दूसरों को आशीषित करने പക്ഷെ वाले लोग हैं। മനുഷ്യനിലല്ല നമ്മൾ ആശ്രയിക്കേണ്ടതും ആശ്വാസം हम കണ്ടെത്തേണ്ടതും. मनुष्य में नहीं आश्रित होना या आश्वासन को നമ്മൾ प्राप्त ദൈവത്തിന്റെ करना। അടുക്കലേക്ക് ചെല്ലണം. हम खुदा के निकट അത് जाएं, താഴ്മയോടെ തന്നെ ചെല്ലണം. वो दीनता से जाएं। ഈ കൃപ നമുക്ക് അനുഭവമാക്കണമെങ്കിൽ अगर ये अनुग्रह हमें अनुभव അവിടെ करना है യാക്കോബ് പറയുന്നു താഴ്മ അത്യാവശ്യമാണ്. तो याकूब यहाँ कहता है आपको दीन होना നമ്മൾ जरूरी है। സദൃശവാക്യങ്ങളിലേക്ക് ഒന്ന് വന്നേ. हम नीति वचन की ओर जाते हैं। 3-ാം അധ്യായം 34-ാമത്തെ വാക്യം. 3:34 താഴ്മയുള്ളവർക്ക് എളിമപ്പെടുന്നവർക്ക് അവൻ എന്ത് കൊടുക്കുന്നു? കൃപ കൊടുക്കുന്നു. दीन बनने वाले लोगों को परमेश्वर अनुग्रहित करता है। പരിഹസിക്കുന്നവരെ അവൻ എന്ത് ചെയ്യുന്നില്ല? മൈൻഡേ ചെയ്യുന്നില്ല, അവനെ തള്ളിക്കളയും. ठट्टा करने वाले को वो हटा देता है, उस पर ध्यान नहीं देता। ദൈവത്തിന്റെ കൃപയെ അനുഭവിക്കാൻ കൊതിയുള്ള ദൈവമക്കൾ, परमेश्वर के अनुग्रह की लालसा रखने वाले, വാഞ്ചിക്കുന്ന ദൈവമക്കൾ, इच्छा रखने ഈ वाले, ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ ദൈവമക്കളോട് പറയാം, നമ്മൾ കൃപയ്ക്ക് വേണ്ടി താഴ്മ ധരിക്കണം. इसलिए उपवास प्रार्थना में हमें अनुग्रह प्राप्त करने के लिए हमें दीन बनना है। ആശയായ കിട്ടത്തില്ല. ठट्टा करने से नहीं होगा। ഏതൊരു കാര്യത്തിനും നമ്മുടെ മൈൻഡിലേക്ക് ഓടി വരുന്ന ഒരു പരിഹാസമാണെങ്കിൽ, हमारे मन में अगर कोई ठट्टा करने वाली बात आती है, ആരെന്നാ പറഞ്ഞാലും നമുക്ക് വരുന്ന പരിഹാസമാണെങ്കിൽ, हर बात वो में हम ठट्टा करने की सोचते हैं, ദൈവവചനം കേൾക്കുമ്പോൾ ഒരു പരിഹാസമായ മനോഭാവമാണ് നമ്മളിൽ വെളിപ്പെടുന്നതെങ്കിൽ, वचन सुनते हैं तो ठट्टा करने का मनोभाव आता है तो भी ഓർക്കുക, ഒരിക്കലും നമ്മൾ താഴ്മയുടെ പ്രതീകമായി മാറുന്നില്ല. तब कभी हम दीनता में नहीं जा ദൈവം पाएंगे। നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ താഴ്മയുള്ളവരായി तो തീരും. परमेश्वर हमसे चाहता है कि हम दीन बने। അങ്ങനെ നമ്മൾ താഴ്മയുള്ളവരായി മാറുമ്പോൾ ऐसे हम दीन बनेंगे, ദൈവമക്കൾ മനസ്സിലാക്കുക, നമ്മൾ കൃപ ലഭിക്കപ്പെടുന്നു. ऐसे हो तो हमको समझना है हम अनुग्रह को കൃപ पाएंगे। എന്ന് പറയുന്നത് അന്യഭാഷ മാത്രമല്ല. मैं कहता हूँ अनुग्रह अन्य भाषा मात्र नहीं, ദൈവം വെച്ചിരിക്കുന്ന ഒരു മനുഷ്യന് നിത്യത വരെ എത്താൻ കഴിയുന്ന ആമേ കാര്യങ്ങൾ മുഴുവൻ അവന്റെ മേൽ സ്വർഗം വെളിപ്പെടുത്തും. वचन के अंदर अनंत काल तक पहुंचने के लिए स्वर्ग ने इसमें बताया है। നിത്യത വരെ നിനക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ, अनंत काल पहुंचने के लिए क्या हमें जरूरत ഏതൊക്കെ है, സാഹചര്യങ്ങളിൽ നമുക്ക് ജയിച്ചും ആത്മബലത്തിലും കൃപയിലും മുൻപോട്ട് പോകാൻ ഒക്കുമോ, അതെല്ലാം ദൈവം നമുക്ക് നൽകി തരും. सारी अवस्थाओं पर जयवंत होकर अनुग्रह को प्राप्त करना, वैसे परमेश्वर हमारे लिए कार्य करेगा। അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് ആ ഒരു നിലവാരത്തിൽ ആ ഒരു താഴ്മ നമുക്കുണ്ടായില്ലെങ്കിൽ കൃപ കിട്ടത്തില്ല. अगर इस बातों में हमें दीनता नहीं है तो हमें अनुग्रह प्राप्त नहीं हो पाएगा। യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ याकूब 4 का 7 से 10 तक जब हम पढ़ते हैं, അതിനകത്ത് മുഖ്യ പ്രതിവാദവും ഇത് തന്നെയാണ്. उसमें ज्यादा चेतावनी चितौनियों के साथ बताया गया बात यही है, നമ്മൾ ദൈവത്തിന്റെ കൃപ നിലനിർത്തുന്നവരാകണം. हम परमेश्वर के अनुग्रह को बनाए നമ്മളെ रखने वाले बने। ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട് പല കൃപകളും കൃപാവരങ്ങളെല്ലാം. परमेश्वर ने हमें अनुग्रह और वरदान दिया हुआ है। നമ്മൾ ചിന്തിക്കാത്ത നിലവാരത്തിലൂടെ എത്രയോ കാര്യങ്ങൾ ദൈവം നമ്മളെ हम പരമേൽപ്പിച്ചിട്ടുണ്ട്. सोचने से बढ़कर कितना बातें खुदा ने हमें सौंप रखा നാം है। ചോദിക്കാതെ ദൈവം നമുക്ക് പല ദൈവത്തിന്റെ കൃപകളെ ദൈവം നമുക്ക് നൽകി हम തന്നിട്ടുണ്ട്. पूछे
पूछे बगैर ही कईयों वरदान अनुग्रह प्रभु ने हमें दे रखा है। ഇതൊക്കെ ദൈവം നമുക്ക് നൽകി തന്ന എന്തിനു വേണ്ടിയാണ്? क्यों परमेश्वर ने हमें ये सब दिया? അത് നമ്മൾ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണ്. ये सब हम उपयोगी बनाने के അത് लिए, നമ്മൾ ദൈവത്താൽ ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കണം. परमेश्वर की महिमा के लिए हमें इस्तेमाल भी करना അത് है। നമ്മൾ ഉപയോഗിക്കപ്പെടണമെങ്കിൽ अगर हम उपयोगी बनाने से താഴ്മയില്ലാതെ ഒരു കാരണവശാലും നടക്കില്ല. दीन बने बगैर कुछ नहीं होगा। ദൈവസന്നിധിയിൽ താഴാത്ത ഒരുത്തനും ഉയർച്ച പ്രാപിച്ച ചരിത്രമില്ല. परमेश्वर के सानिध्य में दीन नहीं हुए वैसा कोई चरित्र അപ്പൊ नहीं അവിടെ है। നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, हम उस बातों में समझते हैं ദൈവ ആ കൃപ ഒരു ഭക്തന്റെ മേൽ വെളിപ്പെടുമ്പോൾ परमेश्वर का वो अनुग्रह एक भक्त के ऊपर आता ആ है। ദൈവ കൃപയിൽ നിന്ന് നമ്മൾ അകന്നു പോകരുത്. उस परमेश्वर के अनुग्रह से हमें अलग नहीं हो। അകന്നു പോയ ചിലരെ കുറിച്ച് ചില കാര്യങ്ങളെ കുറിച്ച് അവിടെ കാണാൻ പറ്റും. अलग हुए लोगों के बारे में यहाँ कुछ वचन दिए गए। അകന്നു പോയവർക്കുള്ള ചില നിർദ്ദേശങ്ങൾ അവിടെ ഉണ്ട്. अलग हुए लोगों के लिए कुछ निर्देश वहाँ दिए। ഒന്ന്, ദൈവം മുമ്പാകെ സമർപ്പിക്കുക. पहला, परमेश्वर के सामने आप समर्पण, സമർപ്പിച്ചു കൊടുക്കുക. परमेश्वर के सानिध्य में समर्पित होना, अधीन होना है। ദൈവത്തിന്റെ കൃപയിൽ നിന്ന് പോയവരെ കുറിച്ചാ. ये परमेश्वर के अनुग्रह से अलग हुए लोगों के लिए। ഇന്നലകളിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നു. कल प्रार्थना था, ഇന്നലകളിൽ ദൈവത്തിന്റെ കൃപ അനുഭവിച്ചതായിരുന്നു. कल परमेश्वर के अनुग्रह को प्राप्त किया हुआ പക്ഷേ है, ഇന്ന് അതിൽ നിന്ന് വ്യതിചലിക്കുന്നു. पर उनमें से आज वे अलग हो അതിൽ गए, നിന്ന് മാറിപ്പോയി. उसमें से हट गए वो ആ लोग। ദൈവിക മഹത്വത്തിൽ നിന്ന് മാറിപ്പോ वो സഞ്ചരിക്കുന്നു. परमेश्वर की महिमा से अलग होकर चल रहे हैं। അവരോട് ദൈവം പറയുന്നത്, उनसे प्रभु क्या कहता നീ है? എന്ത് ചെയ്യണം? സമർപ്പിക്കണം, तू समर्पण कर, കീഴടങ്ങണം. अधीन हो। ആർക്ക്? സാത്താനല്ല, शैतान के नहीं, ദൈവത്തിന് കീഴടങ്ങണം. परमेश्वर के अधीन हो। ദൈവത്തിന് കീഴടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കുന്നത്, परमेश्वर के अधीन होने पर अपने आप होने वाली അടുത്ത് बातें, എഴുതിയിരിക്കുന്ന രണ്ടാമത്തെ കാര്യം, പിശാചിനോട് എതിർത്ത് നിൽക്കുക. और शैतान के विरुद्ध में खड़ा അപ്പൊ हो। ദൈവത്തിന് കീഴടങ്ങുമ്പോൾ पहले प्रभु के अधीन होने से സാത്താനോട് എതിർക്കാൻ പറ്റും. और शैतान से सामना कर पाओगे। എന്തുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് സാത്താനോട് എതിർക്കാൻ പറ്റുന്നില്ല? तो हम शैतान का सामना नहीं कर पा रहे, അവന്റെ തന്ത്രങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. तो उसके चालों को समझ नहीं पा അവൻ रहे। എന്നെ കീഴടക്കുകയാണ്, അവൻ എന്റെ ആത്മീക ജീവിതത്തെ നശിപ്പിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പലർക്കും. कई लोगों को समझ में नहीं आ रहा, शैतान अपने चालों के द्वारा वो उसके अपने अधीन कर रहा है हमें। എന്തുകൊണ്ടാ മനസ്സിലാക്കാൻ പറ്റാത്തെന്നറിയാമോ? क्यों हम नहीं समझ पा रहे? നീ ദൈവത്തിന് കീഴടങ്ങിയിട്ടില്ലതാ. क्योंकि अभी तक आप खुदा के अधीन नहीं ദൈവത്തിൽ സമർപ്പിക്കപ്പെടുന്ന ഒരു ദൈവ പൈതലിന് थे। आप खुदा के समर्पण होते हैं, ഓട്ടോമാറ്റിക് ആയിട്ട് പരിശുദ്ധാത്മാവ് അകത്ത് തരുന്ന ഏറ്റവും വലിയൊരു കൃപയാണ് ഈ ഒരു ബോധ്യം എന്ന് പറയുന്നത്. परमेश्वर अपने आप हमारे हृदय में देने वाला एक समझ है ये बातें। എന്നിട്ട് പറയാ, അടുത്ത് പറയാ, ദൈവത്തോട് അടുത്ത് ചെല്ലുക. परमेश्वर के निकट जाओ, 8ാം വാക്യം അല്ലേ, ദൈവത്തോട് അടുത്ത് ചെല്ലുക നാം. परमेश्वर के निकट आओ। അപ്പൊ നോക്കിയേ, ദൈവം മുമ്പാകെ സമർപ്പിക്കുക, കീഴടങ്ങുക, परमेश्वर के अधीन हो, अपने आप को समर्पण करे तो, പിശാചിനോട് എതിർത്ത് നിൽക്കുക शैतान का सामना करो എന്ന് तो, പറഞ്ഞാൽ സാത്താനുമായിട്ട് ഒരു കോംപ്രമൈസിന് തയ്യാറാകല്ലേ. अब शैतान के साथ में कॉम्प्रोमाइज के लिए तैयार नहीं होना है। ദൈവസനി സമർപ്പിക്കപ്പെടുന്ന ഒരു ദൈവ പൈതൽ സാത്താനുമായിട്ട് കോംപ്രമൈസ് ഇല്ല. अब प्रभु के अधीन है तो आप शैतान से कॉम्प्रोमाइज नहीं। നമ്മുടെ മനസ്സ് എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചിരിക്കണം. हमारा मन हमेशा प्रभु में आश्रित रहे। അപ്പൊ എതിർത്ത് നിൽക്കുക. सामना करो, എതിർത്ത് നിന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയാമോ? सामना ദൈവത്തോട് നമുക്ക് അടുത്ത് ചെല്ലാൻ പറ്റും. सामना करने से तो हम क्या कर सकते हैं? हम खुदा के निकट आ सकते हैं। സാത്താനോട് എതിർക്കാൻ പറ്റിയില്ലെങ്കിൽ अगर शैतान से हम सामना नहीं कर पा ഞാൻ रहे പറയാം, ദൈവത്തോട് അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല. तो हम खुदा के निकट नहीं पहुंच पा रहे। നമ്മുടെയൊക്കെ പരാജയം എന്നാ ചോദിച്ചാൽ, हमारी हार क्या है? നമുക്ക് ദൈവത്തോട് അടുത്ത് ചെല്ലണമെന്ന് ആഗ്രഹമുണ്ട്, हमारा मन तो है खुदा के करीब പക്ഷെ जाना, നമുക്ക് സാത്താനോട് എതിർത്ത് നിൽക്കാൻ പറ്റുന്നില്ല. पर हम शैतान का सामना नहीं कर എന്തുവാ पा ഈ रहे। സാത്താനോട് എതിർത്ത് നിൽക്കാന്ന് പറഞ്ഞാൽ? शैतान से सामना करने का मतलब क्या है? ഇടിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് സാത്താനോട് ഇങ്ങനെ പോരിന് നിൽക്കാന്നാണ് അതിനർത്ഥം. क्या उसका मतलब ये है कि बॉक्सिंग ग्लव्स पहन के हम उसका सामना करना है? അതല്ല. ऐसा नहीं है। നമ്മുടെ മനസ്സിന്റെ ചിന്താഗതികളെ പിടിച്ചടക്കണം, हमारे हृदय की सोच को दबा के रखना है, വിചാരങ്ങളെ പിടിച്ചടക്കണം. हमारे सोच को दबा के रखना है। ക്രിസ്തുവിന് വിരോധമായി എഴുന്നേൽക്കുന്ന സകല ഉയർച്ചകളെയും കാൽ കീഴിലാക്കണം. मसीह के विरुद्ध में उठने वाली सारी ऊंचाइयों को हमें पांव के नीचे अधीन करना है। സകല ഉയർച്ചകളെ കാൽ കീഴാക്കണം. सारी बातों को अधीन करना ഇത് है। നമ്മളെ കൊണ്ട് പറ്റിയാൽ अगर ऐसा हम कर ഞാൻ पाएंगे പറയും, ഈ ഉപവാസ പ്രാർത്ഥന വൻ വിജയമായിരിക്കും. तो ये उपवास प्रार्थना हमारे लिए जयवंत होगा। അല്ല, നമ്മൾ എന്തെല്ലാം കാട്ടിക്കൂട്ടിയാലും വിജയകരമാകത്തില്ല. नहीं तो हम कुछ भी कर लो, हम जयवंत नहीं കാര്യം होंगे। ഒരു ഭാഗത്ത് നമ്മൾ ആത്മാവിലാകുന്നു, ബലപ്പെടുന്നു, ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. एक तरफ हम मुखा मार रहे, उसे प्रार्थना कर रहे, आत्मा में हो रहे, सब अच्छी बात പക്ഷേ है।
പിശാചിനെ എതിർക്കാൻ പറ്റുന്നില്ലെങ്കിൽ, पर शैतान से सामना नहीं कर पा रहे, ജയിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, जय नहीं प्राप्त कर पा നമ്മൾ रहे, വീണ്ടും പരാജയപ്പെട്ടു तो പോകുകയാണ്. हम फिर पराजित അപ്പൊ होते ഇന്ന് हैं। ദൈവം നമ്മളോട് പറയുന്നത് इसलिए परमेश्वर हमसे कहता है എതിർക്കുക, उसका सामना करो ദൈവത്തോട് അടുത്ത് ചെല്ലുക. और खुदा के निकट जाओ അത് കഴിഞ്ഞ് പറയുകയാണ്, നിങ്ങളുടെ കൈകളെ വെടിപ്പാക്കുക. और तुम्हारे हाथों को शुद्ध करो। നിങ്ങൾ സങ്കീർത്തനം 24:4 വായിച്ചേ. സങ്കീർത്തനം 24:4. भजन संहिता 24:4। അപ്പൊ നോയിക്കോണം, നമ്മുടെ ജീവിതത്തിനകത്ത് കൈകളെ വെടിപ്പാക്കണം. हमारे हाथों को हमारे जीवन में शुद्ध कर रखना है। സങ്കീർത്തനക്കാരൻ പറയുന്ന ആ കാര്യങ്ങളെ നമ്മൾ ജയിക്കുന്നവരാകണം. भजनकार जो बातें बोल रहा है उसमें हमें जयवंत होना है। നമ്മുടെ മനസ്സ് അതിൽ വെക്കാനിടയാകരുത്. हमारा हृदय उसमें नहीं लगना है। ഏതൊരു കാര്യത്തിലും നമ്മൾ മനസ്സിനെ ക്രിസ്തുവിൽ ഉറപ്പിക്കാൻ കഴിയണം. कोई भी बात है हमारा मन मसीह में दृढ़ करना है। ക്രിസ്തുവിൽ നമ്മുടെ മനസ്സിനെ ഉറപ്പിച്ചാൽ मसीह में हमारे मन को दृढ़ करे, ദൈവമക്കളെ, നമ്മൾ ജയാളികളാണ്. तब हम जयवंत हो നമ്മൾ जाएंगे। ഒരിക്കലും തോറ്റുപോകാൻ ദൈവം അനുവദിക്കത്തില്ല. हम कभी हार जाएं प्रभु अनुमति नहीं देगा। അടുത്തത് പറയാണ്, ഇരു മനസ്സുള്ളവർ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുക. दुचिता लोग जो है अपने हृदय को शुद्ध ഹൃദയത്തെ करें, ശുദ്ധീകരിക്കണം. हृदय को शुद्ध करे। ഇരു മനസ്സുള്ളവരുടെ ഒരു അവസ്ഥ. दुचिते लोगों का जो मन है, ഈ യാക്കോബ് 1-ാം അധ്യായമൊക്കെ ഇരു മനസ്സിനെ കുറിച്ച് ശക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. याकूब पहले अध्याय में जो है दुचिते लोगों के बारे में बताते हैं। അവനൊന്നും പ്രാപിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള വ്യക്തത അവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നുണ്ട്. वे कुछ भी प्राप्त नहीं कर सकते हैं, वचन कहता है। പിശാചിനോട് എതിർക്കുക, ദൈവത്തോട് അടുക്കുക, കൈകളെ വെടിപ്പാക്കുക, ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുക. शैतान से सामना करो, परमेश्वर के निकट आओ, दीन बनो और अपने आप को दुचिता मन से बचाओ करके बताया गया है। ഈ ഒരു തലം ദൈവമക്കൾ പ്രാപിച്ചു കഴിഞ്ഞാൽ, इस तरह से हम प्राप्त करेंगे, ഓർക്കുക ദൈവമക്കളെ, നമ്മൾ ജയാളികളാണ്. तब हम जयवंत हो जाएंगे। നമുക്ക് ദൈവത്തിന്റെ അടുക്കലോട്ട് ചെല്ലുമ്പോൾ हम खुदा के करीब जाएंगे അവൻ നമ്മളോടും അടുത്ത് വരും. तो खुदा हमारे करीब आएगा। ദൈവത്തോട് അടുക്കാൻ തടസ്സമായിട്ടുള്ളത് എന്താണ്? परमेश्वर के निकट जाने പിന്നെ നമ്മളിൽ നിന്ന് എന്നേക്കുമായിട്ട് എന്ത് ചെയ്യണം അറിയാവോ? വലിച്ചു പുറത്ത് കളയണം. सारी बातों को हमारे जिंदगी से हटा देना है। അടുത്തത് പറയാണ്, സങ്കടപ്പെട്ട് ദുഃഖിച്ചു കരയുക. दूसरा बताता है मन से दुखित होना। നിങ്ങളുടെ ചിരി ദുഃഖമാകട്ടെ, നിങ്ങളുടെ സന്തോഷം വിഷാദമാകട്ടെ. हमारा दुख जो है शोक जो है बदल जाए करके, ഇതെല്ലാം കണക്റ്റഡാ. ये सब जुड़े हुए वचन हैं। സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയുക എന്ന് പറഞ്ഞാൽ दुखी होकर शोक कर रोने का എനിക്ക് मतलब കയറി क्या വരാൻ है? ഒക്കുന്നില്ല, എനിക്ക് പ്രയോജനപ്പെടാൻ ഒക്കുന്നില്ല. हाँ, मैं उपयोगी नहीं हो पा रहा, ऐसे सोचकर അവിടെ दुखी। ദൈവമക്കൾ സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയുന്നവരാകണം. वहाँ पे आपको दुखी होना, എനിക്ക് शोक करना, रोना है। പ്രയോജനപ്പെടാൻ കഴിയണം. मैं उपयोगी होना है എനിക്ക് करके, ദൈവത്താൽ ഉപയോഗിക്കപ്പെടണം. मैं खुदा के द्वारा उपयोगी ഈ होना ഉപവാസ है। പ്രാർത്ഥന എന്റെ തലമുറകൾ ഉപയോഗിക്കപ്പെടണം. ये उपवास प्रार्थना मेरे बच्चे उपयोगी होना है, എന്റെ കുടുംബങ്ങൾ വിടിവിക്കപ്പെടണം. मेरे परिवार छुड़ाए जाना है। അതിനെ ഞാൻ ശുദ്ധീകരിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. इसलिए मुझे शुद्धिकरण होना जरूरी है, സങ്കടപ്പെട്ട് കരയേണ്ടത് ആവശ്യമാണ്. दुखी होना जरूरी है। നിങ്ങളുടെ ചിരി ദുഃഖമാകട്ടെ. आपका हंसी शोक में बदले। ഈ ലോകത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നു. इस संसार की छोटी बातें हो सकती है आपको आनंद പക്ഷെ दे, നിങ്ങൾ ഈ ലോകത്തിലെ സന്തോഷത്തിലല്ല നിങ്ങൾ നിലനിൽക്കേണ്ടത്. पर इस संसार के आनंद में नहीं आपको बने നിങ്ങൾ रहना। നിത്യതയെക്കുറിച്ചുള്ള സന്തോഷം കാണണം. आप अनंत काल के उस आनंद को देखना ആ है। നിത്യതയിൽ ആ അനുഭവങ്ങളെ നമ്മുടെ ഹൃദയത്തിനകത്ത് സന്തോഷമായിട്ട് വരണം. वो अनंत काल में वास करना सोचकर हमें आनंद होना है। ഇന്നുള്ള നമ്മുടെ സന്തോഷങ്ങളെ ഈ ലോകപരമായിട്ടുള്ള സന്തോഷങ്ങളാണ്. इस आज के समय का जो आनंद इस संसार से जुड़ा आनंद है, അതിന്റെ അകത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്, കുടുങ്ങിപ്പോകരുത്. आप इसमें बंध ना जाए। ആ ദൈവകൃപയുടെ സന്തോഷത്തെ നമ്മൾ ഏറ്റെടുക്കാൻ उस കഴിയണം. प्रभु के आनंद को हमें प्राप्त। ഈ ഉപവാസ പ്രാർത്ഥന ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന അതാണ്. ये उपवास प्रार्थना में हमें प्रभु यही ഈ सिखाता വചനം है। നിങ്ങൾ ശരിക്കും നിങ്ങളുടെ മനസ്സിനകത്ത് കുറിക്കൊള്ളണം. इन वचनों को ध्यान रखकर अपने मन में रखें। എന്താണ് ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? क्या खुदा मुझसे चाहता है? ഞാൻ ഈ ഉപവസിച്ച് ദീർഘ ദിവസങ്ങൾ ദൈവസന്നിധിയിൽ വചനം കേൾക്കുന്നുണ്ട്. ये उपवास प्रार्थना में ये जो वचन सुनते हैं, ഞാൻ ഉപവസിച്ച് ദൈവസന്നിധി ഇരിക്കുന്നുണ്ട്. उपवास करके प्रभु के सानिध्य बैठते हैं, എന്റെ അകത്തൊരു സന്തോഷം വേണം. मुझ में एक आनंद ഈ आना है। ലോകത്തിലൊരു സന്തോഷമല്ല, इस संसार का आनंद नहीं, ഈ ലോകത്തിൽ ഒരു 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 ചിരിയല്ല. इस संसार का हंसी नहीं। എനിക്ക് ആ നിത്യതയെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു സന്തോഷവും ചിരിയും വേണം. मुझे ये अनंत काल के बारे में सोचता है तो आनंद और हंसी आना है। ഇവിടെ എനിക്ക് പെട്ടെന്ന് ചിരി മാറും. यहाँ पे हंसी जा ഇവിടെ सकता എനിക്ക് है, പെട്ടെന്ന് സന്തോഷം മാറും. यहाँ का आनंद भी जा सकता हो तो भी, നിത്യതയെ കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ पर जब
मैं अनंत काल के बारे में सोचता എന്റെ हूँ അകത്തെ സന്തോഷത്തെ കെടുത്താൻ പറ്റുകയില്ല. तो मेरे उस आनंद को कोई बुझा नहीं എന്റെ അകത്തെ सकता, ചിരി നിൽക്കത്തില്ല. मेरे अंदर की हंसी रुक नहीं सकता। വചനം പറയുന്ന പോലെ ഭാവി കാലം ഓർത്ത് പുഞ്ചിരിക്കുവീൻ എന്ന് പറയുന്നത് പോലെ भविष्य को देख हंसते हैं बोले तो ആ ഭാവി കാലം ഏതാണെന്നറിയാമോ? ക്രിസ്തുവിന്റെ വരവാ. भविष्य क्या है? परमेश्वर का ആ आगमन വരവിൽ സന്തോഷിക്കുന്ന ഒരു സന്തോഷം തിരിച്ചറിയാം. है। मन का वो आनंद समझ कर आपको हंसना, ആ സന്തോഷത്തെ മനസ്സിലാക്കിയാൽ वो आनंद को आप समझ जाएंगे तो ഈ സന്തോഷം നമുക്ക് വേണ്ടത് വെക്കും. ये हम इस आनंद को हम नहीं ഇവിടുത്തെ बोलेंगे। ചിരി നമുക്ക് വേണ്ടത് വെക്കും. यहाँ की हंसी हमें नहीं चाहिए फिर। സ്വർഗത്തിലകത്ത് ആ ദൈവികമായ അനുഭവത്തെ ഞാൻ മനസ്സിലാക്കുമ്പോൾ स्वर्ग का वो आत्मिक बातों को हम सोचते हैं तो എന്റെ അകത്തെ ആ ചിരി ആർക്കും അടക്കാൻ കഴിയും, അടയ്ക്കാൻ പറ്റുക. अंदर की हंसी को कोई दबा नहीं सकता। ഇവിടെ എന്റെ ചിരിയെ അടക്കാൻ പറ്റും ആർക്കെങ്കിലും? हो सकता है यहाँ का हंसी कोई मुझे दबा के रख ഇവിടെ दे। എന്റെ സന്തോഷം ചിലരുടെ വാക്കുകൾക്ക് എന്റെ ആ സന്തോഷത്തെ കെടുത്തി കളയാൻ പറ്റും. मेरे आनंद को शायद इस संसार के लोगों के शब्दों से बुझा सकते हैं। ഇവിടെ എന്റെ ചിരിയെ ആരുടെയെങ്കിലും വാക്കുകൾക്ക് അവസാനിപ്പിക്കാൻ കഴിയും. हो सकता है यहाँ जो बात आनंद है मेरा बुझा सकता है कोई പക്ഷേ भी, നിത്യതയെ കുറിച്ചുള്ള സന്തോഷം, पर अनंत काल का वो आनंद, നിത്യതയിലെ കുറിച്ചുള്ള ആ ഒരു ചിരി अनंत काल का वो हंसी അത് ആർക്കും കെടുത്താൻ പറ്റില്ല. कोई भी बुझा नहीं सकता। അതാണ് ഈ യാക്കോബ് പറയുന്നത്. वो याकूब कहता है इसलिए, ഇവിടെ ഉള്ളതല്ല മക്കളെ ആവശ്യം, हमें यहाँ का नहीं है ഇവിടെയുള്ള जरूरत, ആ സന്തോഷമല്ല ആവശ്യം. यहाँ का आनंद नहीं है हमें നിത്യതയെ जरूरी। കുറിച്ചുള്ള സന്തോഷം, अनंत काल का वो आनंद, നിത്യതയെ കുറിച്ചുള്ള ഒരു ചിരി, अनंत काल का वो हंसी, അത് കെട്ടുപോകാത്തൊരു ചിരിയാ. वो ना बुझने वाला एक हंसी है, അതൊരിക്കലും ഉടയപ്പെടാത്ത ഒരു സന്തോഷമാണ്. कभी भी ना टूटने वाला एक ആ आनंद है। സന്തോഷത്തിലേക്ക് ഒരു ദൈവ പൈതൽ യാത്ര ചെയ്യുന്നവരാണ്. उस आनंद की ओर आप यात्रा करें। അത് കഴിഞ്ഞ് പറയുകയാണ് ദൈവസന്നിധിയിൽ താഴുക. और फिर कहता है प्रभु के सामने दीन बनो। ഞാൻ ദൈവമക്കളോട് പറയാം, നമ്മുടെ ജീവിതത്തിനകത്ത് വ്യത്യസ്തമായിട്ട് മാറണം. तो ये सब बातें हमारे जीवन में अलग हो, നമ്മളെ തകർക്കുന്ന ചില അനുഭവങ്ങളുണ്ട്. हमें तोड़ने वाले कुछ, നമ്മൾ ദൈവസന്നിധി താഴാനൊക്കാതെ നമ്മളെ ബന്ധിക്കുന്ന 3 ശക്തിയെക്കുറിച്ച് ഈ യാക്കോബ് പറയുന്നുണ്ട്. याकूब बताता है कि परमेश्वर के सामने हम दीन नहीं बन पा रहे क्यों है करके। ഒന്ന് ജഡവ, पहला शरीर है, 2 ലോകമ, दूसरा संसार है, 3 പിശാച. और तीसरा शैतान है। ഒന്നുകൂടെ ഞാൻ പറയാം. एक बार फिर कहता हूँ, ഒന്ന് ജഡം, पहला शरीर, 2 ലോകം, दूसरा संसार, 3 പിശാച്. तीसरा शैतान। ദൈവസന്നിധി താഴാനൊക്കാതെ, हम प्रभु के सानिध्य दीन हुए बगैर, ദൈവസന്നിധിയിൽ പ്രയോജനപ്പെടാനൊക്കാതെ उपयोगी हुए बगैर, ജഡം നമ്മളെ കീഴ്പ്പെടുത്തുന്നു. शरीर हमें दबा रहा है, ലോകത്തിന്റെ ശക്തികൾ നമ്മളെ കീഴ്പ്പെടുത്തുന്നു. संसार की बातें हमें अधीन करता है। ലോകത്തിലെ ബന്ധങ്ങൾ പലപ്പോഴും നമുക്ക് ബന്ധനങ്ങളായി മാറുന്നു. संसार के बंधन हमारे जिंदगी में बंधन बन जाते हैं। പിശാച് പലപ്പോഴും നമ്മളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു. शैतान कई बार हम पर आक्रमण करके हमें दबाता അവന്റെ है। ചിന്തയ്ക്ക് നമ്മൾ അടിമപ്പെട്ടു പോകുന്നു. उसके सोच के हम अधीन बन जाते हैं। പ്രയോജനപ്പെടേണ്ട പല മേഖലകളും പ്രയോജനപ്പെടാനൊക്കാതെ നമ്മളെ ആ പിശാച് കീഴടക്കി കളയുന്നു. उपयोगी करने वाले क्षेत्र को उपयोगी किए बगैर शैतान हमें दबा देता है। എന്നാൽ നാം ദൈവത്തോട് അടുത്ത് ചെല്ലുന്നവരായി മാറുമ്പോൾ पर जब हम परमेश्वर के निकट ജഡത്തെ जाएंगे നിനക്ക് ജയിക്കാൻ പറ്റും, तब हम शरीर पर जयवंत पा सकते हैं, ലോകത്തെ ജയിക്കാൻ പറ്റും, संसार पर जय प्राप्त, പിശാചിനെ ജയിക്കാൻ हमें പറ്റും. शैतान पर जय प्राप्त कर അങ്ങനെ ആ ഒരു सकते ജയം നമ്മുടെ മേൽ हैं। വെളിപ്പെടുമ്പോൾ ऐसा एक जय हम पर प्रकट होता है ദൈവമക്കളെ ഇരു മനസ്സുള്ള മണ്ഡലങ്ങൾ നമ്മിൽ നിന്ന് ഓടിപ്പോകും. तो दुचिता मन हमारे अंदर से हट। ഈ യാക്കോബ് കുറച്ചു മുമ്പൊക്കെ വിളിച്ച് സഹോദരന്മാരെ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. थोड़ी देर पहले याकूब ने बोला भाइयों करके, ഇപ്പൊ വിളിക്കുന്നത് സഹോദരന്മാരെ എന്നല്ല, अब भाइयों करके नहीं बुला ഇരു रहा, മനസ്സുള്ളവരെ दुचिते लोगों करके बुला സഭയെ रहा। നോക്കി വിളിക്കുന്ന വിളിയാ. सभा कलीसिया को देखकर, അതുകൊണ്ട് തന്നെ ആത്മീകമായി സഭകൾ വളരുന്നില്ല, इसलिए आत्मिक सभाएं नहीं बढ़ നമ്മുടെ रही है, കുടുംബങ്ങൾ വളരുന്നില്ല. हमारे परिवारें नहीं बढ़ ഇരു पा रहे, മനസ്സാണ്. क्योंकि दुचिता मन है। പ്രാർത്ഥിക്കണമോ എന്ന് വിചാരിക്കുന്ന ഒരു ഗ്രൂപ്പ്, प्रार्थना करना है कि പ്രാർത്ഥന सोचते हैं, വേണ്ടെന്ന് ആഗ്രഹിക്കുന്നവർ, प्रार्थना नहीं करने वाले വിശ്വസിക്കണമെന്ന് ചിന്തിക്കുന്നവർ, विश्वास करना है, വിശ്വസിക്കേണ്ടെന്ന് सोचते हैं। एक तरफ ചിന്തിക്കുന്നവർ, सोचते विश्वास नहीं വിശുദ്ധി करना, നിൽക്കണമെന്ന് ചിന്തിക്കുന്നവർ, पवित्र करना है सोचते हैं, അത് ഓപ്പോസിറ്റ് ചിന്തിക്കുന്നവർ, दूसरा सोच ആത്മീകമായി നിലവാരത്തിൽ മുൻപോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ, आत्मिक रूप से आगे बढ़ना है सोचने वाले ഞാൻ हैं, ഇങ്ങനൊക്കെ ഒന്ന് പോയാൽ മതി എന്ന് ചിന്തിക്കുന്നവർ. ऐसे ही मैं चलूं ऐसा सोचने ഇരു वाले, മനസ്സുള്ള അവസ്ഥ. दुचिता मन वाली ദൈവവചനം अवस्था। കേൾക്കുമ്പോൾ ചിന്തിക്കും, പ്രയോജനപ്പെടാം. परमेश्वर का वचन सुनते हैं तो ആരാധനാലയം വിട്ടുമാറുമ്പോൾ आराधनालय से हटते हुए लोग ചിന്ത ഡൈവേർട്ട് और ചെയ്യപ്പെടുക, उनका सोच बदल ചിന്ത जाता है, മാറിപ്പോകുന്നു. उनका सोच बदल जाता വചനം है। വായിക്കുമ്പോൾ നല്ല ചിന്തകൾ വരും, वचन पढ़ते तो अच्छा सोचते हैं, ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ നല്ല ചിന്തകൾ उपवास വരും, प्रार्थना में बैठते तो अच्छा सोचते हैं, വചനം കേൾക്കുമ്പോൾ നല്ല ചിന്ത वचन വരും, सुनते तो अच्छा सोचेंगे, പ്രാർത്ഥിക്കുമ്പോൾ നല്ല തീരുമാനങ്ങൾ വരും. प्रार्थना करने पे अच्छे निर्णय लेने, പക്ഷേ പ്രാർത്ഥന जैसे കഴിഞ്ഞെഴുന്നേൽക്കുമ്പോൾ ही प्रार्थना समाप्त होता ആ है തീരുമാനം ചേഞ്ച് ആകുക, वो निर्णय बदल जाता है, വചനം അകത്തുനിന്ന് പോകുക, वचन हट जाता है हृदय से, ആത്മീക നിലവാരം കുറഞ്ഞു പോകുക. आत्मिक जो गतिविधि
जल्दी പിന്നെ कम हो जाता പറയുന്നത് है, വ്യത്യസ്തമാണ്, बोलने वाली बातें अलग പിന്നെ हो जाती ചിന്തകൾ है, फिर വ്യത്യസ്തമാണ്. सोच बदल जाती ഞാൻ है। ദൈവമക്കളോട് പറയാം, ഇരു മനസ്സുള്ളവരുടെ അവസ്ഥ ഇതാ. ये है दूचिता मन वालों की अवस्था, പ്രയോജനരഹിതമാണ്. उपयोगी नहीं हो पा നമ്മൾ रहे, ഉപയോഗപ്പെടത്തില്ല. हम उपयोगी नहीं हो നമ്മൾ पा रहे, ആത്മീകമായി വളർച്ച പ്രാപിക്കത്തില്ല. आत्मिक रूप से मैं बढ़ नहीं पा എന്നാൽ रहा ഈ हूँ। ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം നമ്മളോട് പറയുന്നു, पर ये उपवास प्रार्थना में परमेश्वर हमसे ഇരു कहता है, മനസ്സുള്ളവന്റെ അവസ്ഥ മാറ്റണം. दूचिता मन वालों का अवस्था को അവൻ बदलाव लाना। അസ്ഥിരനാണ്, ये अस्थिर है അവനൊന്നും वे, പ്രാപിക്കാൻ वे പറ്റുന്നില്ല. कुछ प्राप्त नहीं कर पा रहे, ഒരു ബാലൻസിൽ പോകുന്നവരാണ്, वो सिर्फ बैलेंस में चल रहे ഒരു हैं, ബാലൻസിൽ പോവുക. एक बैलेंस में बस साधारण വിശ്വാസിയാണെന്ന് चल ചോദിച്ചാൽ रहे हैं। വിശ്വാസിയാ. विश्वासी ये पूछे तो हाँ है, വചനപ്രകാരം തട്ടിച്ചു നോക്കിയാൽ पर वचन के अनुसार झाड़े उन्हें, വചനത്തെ നമ്മളുമായി കണക്ട് ചെയ്ത് ശ്രദ്ധിച്ചാൽ वचन को जोड़कर कुछ बोले, നമ്മുടെ മനസ്സ് രണ്ട് തലത്തിലാണ്. उनका हृदय दो चिता ഈ रहेगा। ഉപവാസ പ്രാർത്ഥന നമ്മളൊന്നും പ്രാപിക്കത്തില്ല. इस उपवास प्रार्थना में ऐसे कुछ नहीं प्राप्त कर पाएंगे, അങ്ങനെയുള്ളവരൊന്നും കിട്ടത്തില്ല അവർക്ക്. कुछ नहीं मिलेगा उन्हें। ഞാൻ ദൈവമക്കളോട് ഒറ്റ മനസ്സിലേക്ക് വരണം. आप एक मन हो। കഴിഞ്ഞ ദിവസവും കർത്താവ് നമ്മളോട് സംസാരിച്ച पिछले ഭാഗത്തിൽ दिनों परमेश्वर ने जो बात किया, ഒറ്റ മനസ്സിലേക്ക് നമ്മൾ വരുമ്പോൾ एक मन होकर हम आएंगे, ദൈവത്തിന്റെ വിടുതൽ നമ്മുടെ മേൽ വരും. परमेश्वर का छुटकारा हमारे ऊपर होगा। ഇരു മനസ്സുള്ളവരെ കുറിച്ച് യാക്കോബ് പറയുന്നത് दो चिता लोगों के लिए याकूब നിങ്ങളൊന്ന് कहता है, നിങ്ങളൊന്ന് വേഗത്തിലൊന്ന് വായിച്ചു മനസ്സിലാവും. നിന്റെ 6 മുതൽ 8 വരെ ഒന്ന് വായിച്ചു. 1:6 से യാക്കോബിന്റെ ലേഖനം. याकूब തന്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. वो अपनी सारी बातों में जो है चंचल होते हैं। 3:9 വായിച്ചു, 9ഉം 10ഉം. 3 का 9 10 ഒരു വായിൽ നിന്നു തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. ഇങ്ങനായിരിക്കുന്ന യോഗ്യമല്ല. एक ही मुंह से धन्यवाद और शाप दोनों ഇരു निकलते हैं। മനസ്സുള്ള ഒരവസ്ഥയാണ് दो ഇത്. चिता लोगों का अवस्था ये है, സംശയിക്കപ്പെടുന്ന അവസ്ഥ. संदेह करने वाली अवस्था। ഒരു നാവിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. एक ही जीभ से जो है शाप ഇനി और 4-ാം आशीष होता അധ്യായം है। 1-2 വാക്യങ്ങൾ. 4 का 1 ദൈവത്തിന്റെ സന്നിധിയിൽ ഇരു മനസ്സുള്ള ഒരു ദൈവ പൈതൽ പരാജിതരാണ് എപ്പോഴും. परमेश्वर के सानिध्य में आने वाला दो चिता मनुष्य जो है पराजित होता है। അവർക്ക് എന്ത് ആവശ്യമാണെന്നറിയാമോ? उनको क्या चाहिए? ഒരു വലിയ മാനസാന്തരം एक ആവശ്യം. बड़ा मन फिराव चाहिए, ബാഹ്യമായ ഒരു ശുദ്ധീകരണമല്ല. एक पवित्रता चाहिए उन्हें। പുറത്തെ വസ്ത്രം മാറിയത് കൊണ്ട് കാര്യമാകുന്നില്ല. सिर्फ ऊपर का वस्त्र बदलने से പുറത്ത് नहीं, ശുദ്ധി വന്നത് കൊണ്ട് കാര്യമാകുന്നില്ല. ऊपर पवित्रता आने से नहीं, മറിച്ച് അവർക്ക് വരേണ്ടത് അകത്തൊരു ശുദ്ധീകരണം पर ആവശ്യമാണ്. उनके अंदर एक पवित्रता और शुद्धिकरण होना है। അതുകൊണ്ടാണ് വചനം പറയുന്ന കൈകളെ വെടിപ്പാക്കുക. इसलिए कहते हैं अपने हाथों को शुद्ध നമ്മുടെ करो। ജീവിതത്തെ വ്യത്യസ്തമാക്കി മാറ്റാൻ കഴിഞ്ഞാൽ, अगर हमारे जीवन को हम बदल कर ഒരു ആന്തരികമായ വിശുദ്ധി നമ്മുടെ മേൽ एक വെളിപ്പെട്ടാൽ, आंतरिक पवित्रता हमारे अंदर आएगा, ഹൃദയത്തിനകത്തൊരു വിശുദ്ധീകരണം വെളിപ്പെട്ടാൽ, हमारे हृदय के अंदर एक पवित्रता, ദൈവിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കും. तो आत्मिक कार्यों को हम कर पाएंगे। ആഴമേറിയ ദൈവപ്രവൃത്തി നമ്മളിലൂടെ വെളിപ്പെടാനിടയാകും. आंतरिक रूप से जो परमेश्वर के कार्य हमारे रूप യഹോവയുടെ में होगा। സന്നിധിയിൽ യോഗ്യമായി നിൽക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. परमेश्वर के सामने हम योग्य बनकर खड़े हो पाएंगे। ദൈവസന്നിധിയിൽ യോഗ്യമായി നിൽക്കാൻ ദൈവം ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ്. परमेश्वर के सामने योग्य बनकर खड़े होने के लिए भी खुदा ये चाहता है। സങ്കീർത്തനക്കാരൻ അതുകൊണ്ടാണ് ആവശ്യപ്പെടുന്നത്, भजनकार इसलिए कहता है, വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ആവശ്യമാണ്. निर्दोष हाथों और निर्मल हृदय की आवश्यकता। 3-ാം 3-ാമത്തെ വാക്യം വായിച്ചേ. भजन संहिता സങ്കീർത്തനം 2:3. भजन संहिता 2 का 3 നാം അവന്റെ കെട്ടുകളെ പൊട്ടിച്ച് കയറുകളെ എറിഞ്ഞു കളക. നോക്കിക്കോണം, നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് സാത്താൻ നമ്മളെ കെട്ടിയ കെട്ടുകളെ നമ്മൾ എന്ത് ചെയ്യണം? പൊട്ടിക്കണം. शैतान ने जो हमारे जीवन में बांधे बंधन है उसे हमें तोड़ना है, എറിഞ്ഞു കളയേണ്ടത് എറിഞ്ഞു കളയണം. जो उतार के फेंकना है। ഇരു മനസ്സുണ്ടെങ്കിൽ നടക്കത്തില്ല ഇത്. पर दूचिता मन रहेगा तो ऐसा नहीं ശുദ്ധീകരണം करना। പ്രാപിച്ചു കഴിഞ്ഞാൽ, अगर पवित्रता प्राप्त कर ले, ദൈവികമായ വെടിപ്പ് നമ്മുടെ അകത്ത് വന്നാൽ, आत्मिक रूप से एक शुद्धिकरण हमारे अंदर ഞാൻ പറയാം, होगा, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇതിനെ എറിഞ്ഞു കളയാൻ तो പറ്റും. इन बातों को हम फेंक पाएंगे। 4-ാമത്തെ വാക്യം കൂടെ വായിച്ചു. 4था वचन, ഇത് ദൈവത്തിന്റെ കൃപ വെളിപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ अगर परमेश्वर के अनुग्रह को हम नहीं प्रकट कर पा रहे, സ്വർഗ്ഗത്തിലുള്ളവൻ ചിരിച്ചോണ്ടിരിക്കുന്നു. तो स्वर्ग का परमेश्वर हंसेगा। നമ്മളെ പരിഹസിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. हम हंसने वाले या ठट्टा करने अवस्था ना हमारा। ശുദ്ധീകരണമില്ലാതെ ദൈവത്തിന്റെ അടുക്കലേക്ക് ആരും ചെല്ലാൻ പറ്റത്തില്ല. शुद्धि हुए बगैर परमेश्वर के नजदीक हम ഞാൻ नहीं जा 40 ദിവസം सकते। ഇരുന്നുകൊണ്ട് ഞാൻ അങ്ങ് എന്തെങ്കിലും പ്രാപിക്കും ഒന്നും വിചാരിക്കല്ല ദൈവം. ऐसा भी ना सोचे 40 दिन उपवास बैठा होकर तो कुछ ശുദ്ധീകരണം प्राप्त करूंगा। കൂടാതെ ഒന്നും നമുക്ക് പ്രാപിക്കാൻ പറ്റുകയില്ല. पवित्र हुए बगैर हम कुछ प्राप्त മറിച്ച് ശുദ്ധീകരണത്തോടെ
നീ ഒരു ദിവസം ഇരുന്ന വിടുതല. बल्कि आप पवित्र होकर एक दिन बैठेंगे उसमें छुटकारा है। നമ്മൾ 40 ദിവസം പട്ടിണി ഇരുന്നിട്ട് ഒരു ശുദ്ധീകരണം നമുക്കില്ലെങ്കിൽ, अगर 40 दिन हम उपवास में बैठे और शुद्धिकरण हमारे अंदर नहीं है तो, ഇരു മനസ്സാ വീണ്ടും നമുക്കുള്ളതെങ്കിൽ, फिर भी हमारे अंदर दूषिता मन है तो ഈ 40 ദിവസം നമ്മൾ ഇരുന്ന് വെറും വേസ്റ്റാ. तो 40 दिन हम बैठे फालतू है। അതുകൊണ്ട് എന്തോ വേണം നമുക്ക്? इसलिए हमें क्या चाहिए? ഇരു മനസ്സ് നമുക്ക് വേണ്ട. दूषिता नहीं चाहिए हमें, ഒറ്റ മനസ്സിലേക്ക് വരണം. एक मन में आना, ആ ഹൃദയത്തിനകത്തൊരു ശുദ്ധീകരണം हृदय വെളിപ്പെടണം. के अंदर पवित्रता को लेके आना। അങ്ങനെ ഹൃദയത്തിനകത്തൊരു ശുദ്ധീകരണം वैसे വെളിപ്പെട്ടാൽ हृदय में एक पवित्रता आएगा നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി तो हम കിട്ടും. प्रार्थना करने वाले विषय पर കൃപ उत्तर होगा, കൂട്ടിക്കിട്ടും. हमारे अनुग्रह और वरदान ദൈവം बढ़ेंगे, നമ്മളോട് അടുത്തു വരും. खुदा मेरे निकट आएगा। ഹല്ലേലൂയ. എങ്ങനെ നമ്മൾ ദൈവത്തോട് അടുത്ത് ചെല്ലണം? कैसे हमें खुदा के परमेश्वर के निकट आना? ശുദ്ധീകരണത്തോടെ അടുത്ത് ചെല്ലണം. पवित्रता के साथ निकट आना। സങ്കീർത്തനം 26:6 വായിച്ചു. भजन संहिता 26 का 6। അയ്യോ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഇതൊരു ആവശ്യമായ കാര്യമാണ്. ये बातें हमारे जीवन में जरूरी है। എൻ്റെ കൈകൾ വെടിപ്പുള്ളതാകണം, मेरे हाथ जो है निर्दोष और शुद्ध होना है, ശുദ്ധിയുള്ളതാകണം, शुद्धि होना है। ശുദ്ധിയുള്ളതായി മാറണം. मेरे हाथ निर्दोषता में और ഏതൊക്കെ शुद्धि में होना നിലകളിൽ है। നമുക്ക് ശുദ്ധി വേണമെന്നറിയാമോ? कहाँ में शुद्धिकरण होना है? ഒന്നാമത്തത് യെശയ്യാവ് 6:5-6 വാക്യങ്ങൾ. यशायाह 6 का 5। ഏതൊക്കെ നമുക്ക് ശുദ്ധീകരണം ദൈവം ആഗ്രഹിക്കുന്നു? क्या क्या शुद्धिकरण खुदा हमसे? എന്നാൽ ആദ്യം വെളിപ്പെടേണ്ടത് എന്താണെന്നറിയാമോ? അധരത്തിനകത്തൊരു ശുദ്ധീകരണം വേണം. सबसे पहले हमारी जुबान पर एक शुद्धिकरण होना എവിടെ है। ശുദ്ധീകരണം വേണം? അധരത്തിനകത്ത്. हमारे होठ हमें शुद्ध करना है। യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുകയാണ്, यशायाह भविष्यवक्ता घोषणा ദൈവമേ करता है, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യനാ ഞാനും. मैं एक अशुद्ध होठ वाला हूँ परमेश्वर। സ്വർഗത്തിൽ നിന്ന് ദൈവം എന്ത് ചെയ്തു? स्वर्गीय परमेश्वर ने क्या വായിച്ച किया? 6-ാമത്തെ വാക്യം. 6वां वचन। ദൈവമക്കൾ തിരിച്ചറിയണം, ഈ പരിശുദ്ധാത്മാവിന്റെ വചനം നമ്മുടെ അധരത്തെ തൊടണം. ये परमेश्वर का वचन हमारे होठों को छूना है। അധരത്തിനൊരു ശുദ്ധീകരണം വേണം. हमारे होठों में एक शुद्धिकरण വായി चाहिए। വരുന്നതെല്ലാം നമുക്ക് പറയാൻ പറ്റത്തില്ല. हमें मुंह में आए वो बोल नहीं सकते, വായി വരുന്നതെല്ലാം നമുക്ക് വിളിച്ചു പറയാൻ ഒക്കത്തില്ല. हमें जो है बोल नहीं सकते हैं। കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും വേണം. सुनने में वेगता और बोलने में धीरज धरना है। പറഞ്ഞ് കഴിയുന്നത് നമ്മൾ തെറ്റുകാരായി മാറരുത്. तो कुछ बोलने के बाद हम गलती वाले ना हो അതുകൊണ്ട് जाए। ദൈവം ആഗ്രഹിക്കുന്ന ശുദ്ധീകരണം ഒന്ന് നമ്മുടെ അധരത്തിനകത്ത് വരണം. पहला परमेश्वर चाहता है हमारे होठ शुद्ध हो करके, കാരണം ഇതിനകത്തുനിന്ന് രണ്ട് നിലയിലുള്ളത് പുറപ്പെടത്തില്ല. क्योंकि इसमें से दो बातें नहीं निकलेगी, ഒന്നെങ്കിൽ നല്ലത്, യാ തോ- അല്ലെങ്കിൽ ചീത്തയായത്. या तो अच्छा निकलेगा मुंह से या बुरा निकलेगा। ദൈവം ആഗ്രഹിക്കുന്നത് രണ്ടാമത്തതല്ല, ദൈവം ആഗ്രഹിക്കുന്നത് നല്ലതാണ്. परमेश्वर चाहता है कि हम अच्छा बोलें। നല്ലത് പുറപ്പെടാൻ अच्छा बोलने के लिए നമ്മുടെ നാവിൽ എന്ത് തൊടണം? ദൈവത്തിന്റെ വചനമാകുന്ന തീ തൊടണം. इसलिए हमारे होठों को क्या छूना है? परमेश्वर का परिशु- वचन रूपी आग। പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ അധരത്തെ കീഴടക്കണം. पवित्र आत्मा के अधीन होना है हमारे होठों को। ഞാൻ പറയാം, നമ്മുടെ അധരത്തെ പരിശുദ്ധാത്മാവ് വചനവും കീഴടക്കിയാൽ अगर पवित्र आत्मा और वचन हमारे होठों को अधीन करता है, ഹൃദയത്തിനകത്തൂന്ന് വരുന്നത് ദൈവത്തിന്റെ മഹത്വമുള്ള तब കാര്യമാണ്. हमारे हृदय में से परमेश्वर की महिमा में നല്ലത് बातें आएंगी। പറയാൻ എന്റെ അധരം വെമ്പൽ കൊള്ളും. अच्छा बोलने के लिए मेरे होठ खुलेंगे, വിശ്വാസം പറയാൻ പറ്റും. विश्वास बोल पाएंगे। ദൈവകൃപ നമ്മുടെ നാവിലൂടെ പുറത്തു വരാൻ പറ്റും. परमेश्वर की कृपाएं हमारे मुंह നമ്മുടെ से आएंगी। നാവിലൂടെ ദൈവകൃപ വെളിപ്പെടുത്താൻ സാധിക്കും. परमेश्वर का अनुग्रह हमारे मुंह से आने के लिए परिश्रम करें। ഒന്ന് ശുദ്ധീകരണം വരേണ്ടത് അധരങ്ങളിലാണ്. पहला हमें शुद्ध होना है। രണ്ട് നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൽ വായിച്ചു 24 കൈകളുടെ വെടിപ്പാണ്. और 24 का 3-4 पढ़ते हैं तो हाथ को निर्दोष करना है। കാര്യം തീർക്കുന്ന നാളിൽ നമ്മുടെ കരം ബലപ്പെട്ടിരിക്കണം. हमारा हाथ जो है बलवंत होना है। കരത്തിനകത്ത് പാപങ്ങളെ പാടില്ല. हमारे हाथों में पाप नहीं നമ്മൾ होना। ദൈവസന്നിധിയിൽ ആമേൻ ദൈവഹിതമില്ലാത്ത യാതൊരു ഇടപാടുകളിലും നമ്മുടെ കരം ചലിക്കാൻ അനുവദിച്ചു जो കൊടുക്കരുത്. प्रभु नहीं चाहता उन बातों में हमारे हाथ शामिल नहीं होना നമ്മളുടെ है। കൈകളുടെ വെടിപ്പ് ദൈവം ആഗ്രഹിക്കും. हमारे हाथों की शुद्धिकरण खुदा चाहता है। മൂന്നാമത് സങ്കീർത്തനം 73:3. 73 का 3। നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ശുദ്ധീകരണം എവിടെയാണെന്നറിയാം? ഹൃദയ ശുദ്ധിയാ. यहाँ पे दिखाया गया है हृदय की शुद्धिकरण। തടിച്ചിരിക്കുന്ന ചില ഹൃദയങ്ങൾ ശുദ്ധീകരിക്കപ്പെടണം. जो बल है पाए हुए हृदय शुद्ध पाना है। അടുത്തത് യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചതുപോലെ 4:8 ഇരു മനസ്സുള്ള അവസ്ഥ, മനസ്സ് ശുദ്ധിയാകണം. और याकूब 4 का 8 कहता है कि हृदय शुद्धिकरण होना അപ്പൊ है। 4 കാര്യമാണ് കർത്താവ് പറഞ്ഞത്. 4 बातें परमेश्वर ने ഒന്ന്, बताया। അധരങ്ങൾ ശുദ്ധീകരിക്കപ്പെടണം. पहला हमारा होठ शुद्धिकरण രണ്ട്, है। കൈകൾ ശുദ്ധീകരിക്കപ്പെടണം. दूसरा हाथ शुद्ध മൂന്ന്, होना है। ഹൃദയം ശുദ്ധീകരിക്കപ്പെടണം.
ശുദ്ധീകരിക്കപ്പെടണം. तीसरा हृदय शुद्ध होना 4 है, മനസ്സ് और ശുദ്ധീകരിക്കപ്പെടണം. चौथा हमारा मन शुद्ध ഈ होना है. ഒരു നിലവാരത്തിൽ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് इसमें परमेश्वर हमसे क्या चाहता है? നമ്മൾ നമ്മുടെ പ്രവൃത്തിയിലൂടെ അത് വെളിപ്പെടുത്തിയാൽ, ये सारी बातें हम प्रवृत्ति के द्वारा दिखाएं. യേശു കർത്താവ് തന്റെ ഗിരിപ്രഭാഷണത്തിൽ 5:8 മത്തായി സുവിശേഷം 5:8 പറയുന്നു, ഹൃദയ ശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ. पहाड़ी उपदेशों में यीशु मसीह मत्ती में कहता है 5:8 में अपने हृदय को शुद्ध करे. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ഒരു ഹൃദയ ശുദ്ധിയുള്ളവരായി अगर മാറുമ്പോൾ हमारे जीवन में हृदय हमारे पवित्र है तो നമ്മുടെ മേൽ ദൈവത്തിന്റെ വിടുതലുകൾ ആഴമായിട്ട് तो വെളിപ്പെടാനുണ്ട്. परमेश्वर के छुटकारे गहराई से हमारे जीवन में ദൈവമക്കളെ, होंगे. നമ്മൾ താഴ്മ ധരിക്കുക, हम दीन बने, ദൈവത്തോട് അടുത്തിയല്ലുക. खुदा के निकट आए. അവസാനം ഒരു ഭാഗം കൂടെ പറയുന്നുണ്ട് അവിടെ, एक बात और बताते हैं वहाँ, അന്യോന്യം ആരെയും ദുഷിക്കരുത്. और एक दूसरे पे दोष ना लगाए. ദൈവസഭയോട് പറയുകയാണ്. प्रभु की सभा को कहते ഒരുപക്ഷെ हैं, കുറവുള്ളവൻ കണ്ടേക്കാം, हो सकता है कमियां हो, പരാജയപ്പെടുന്നവൻ കണ്ടേക്കാം, पराजित होते हुए देख सकते हैं, ഭാരപ്പെടുന്നവർ കണ്ടേക്കാം. वो से दबे हुए लोगों को പക്ഷേ देखते हैं, അന്യോന്യം ദുഷിക്കരുത്. पर एक दूसरे पे दोष ना लगाए. അന്യോന്യം ദുഷിക്കുമ്പോൾ एक दूसरे पे दोष लगाते हैं ദൈവത്തിൽ നിന്നുള്ള കൃപകൾ നമുക്ക് അന്യപ്പെട്ടു പോകും. तो परमेश्वर के अनुग्रह को हम छोड़ ഈ देते हैं. ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ പാകപ്പിഴകൾ ഏതാണ്? तो हमारे जीवन की कमियों को देख, അതുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ ഞാൻ എടുത്തു കളയണം. तो ये है ऐसा तो हटा दें, അതെന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റണം. वो मुझे हटा दें. അത് ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. प्रभु हमसे यही ഞാൻ चाहता है. ഒരിടത്തും തോറ്റുപോകാൻ ദൈവം प्रभु ആഗ്രഹിക്കുന്നില്ല. नहीं चाहता कि मैं कहीं ഞാൻ भी हारूं. ദൈവത്തിനോട് അടുത്ത് ചെല്ലാൻ मैं ആഗ്രഹിക്കുന്നു. खुदा के करीब പക്ഷെ जाना ദൈവത്തോട് चाहता हूं, അടുക്കാനൊക്കാതെ पर निकट नहीं എന്നെ पहुंच पाए. പുറകോട്ട് അകറ്റുന്ന ചില അനുഭവങ്ങൾ, मुझे पीछे की ओर ले जाने वाले എന്നെ अनुभव, അകറ്റിക്കളയുന്ന അവസ്ഥകൾ, मुझे अलग करने वाले അതിനെ अनुभव, ദൈവമക്കൾ ഈ ഉപവാസ പ്രാർത്ഥന തിരിച്ചറിയുക. इस उपवास प्रार्थना में प्रभु के लोग समझना है. ഒന്നിനെയും നമ്മൾ വിട്ടുകൊടുക്കാതെ कोई बात को छोड़े बगैर നമ്മൾ നിന്ന് അതിനെ എന്നേക്കുമായി പരിപൂർണമായി പറിച്ചു കളയണം. जो बातें हटाने और परिपूर्ण रूप से हटाना നമ്മളിൽ है, നിന്നത് അടർത്തി കളഞ്ഞു हमें കഴിഞ്ഞാൽ हमारे अंदर से काट कर हटाना है. കർത്താവ് നമ്മളോട് അടുത്തു വരും. तो परमेश्वर हमारे निकट കർത്താവ് आएगा. നമ്മളോട് അടുത്തു വന്നാൽ जब परमेश्वर हमारे निकट ആ ഒരു आएगा താഴ്മ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് तो വരിക. दीनता हमारे अंदर താഴ്മ आएगा. നമ്മുടെ ജീവിതത്തിനകത്ത് വന്നാൽ हमारे अंदर दीनता आती है तो പിന്നെ നമുക്ക് ഓരോ മണ്ഡലത്തെ ജയിക്കാൻ तब പറ്റും. हमारे क्षेत्रों में जयवंत होते हैं. താഴ്മയുള്ളവർക്ക് ദൈവം കൃപ നൽകും. और जो दीन होता है प्रभु उनको अनुग्रह बढ़ाकर, താഴ്മയുള്ളവൻ കൃപ അധികമായി और जो പ്രാപിക്കാനിടയാകും. दीन है वो अनुग्रह को अधिक पाता है. ഞാൻ ദൈവമക്കളോട് പറയാം, താഴ്മ നമ്മുടെ ജീവിതത്തിനകത്ത് വർദ്ധിക്കും തോറും दीनता हमारे अंदर जैसे जैसे बढ़ता നമ്മൾ है, ദൈവത്തോട് അടുത്തുകൊണ്ടിരിക്കും. आमीन, परमेश्वर के हम निकट आते കൃപ हैं, हमारे വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. अनुग्रह बढ़ने लगते അപ്പോൾ हैं. നമുക്ക് കിട്ടുന്ന അനുഗ്രഹം तो എന്നാണെന്നറിയാമോ? हमें क्या अनुग्रह मिलता ഒന്ന്, है? സാത്താൻ നിങ്ങളെ വിട്ട് और ഓടിപ്പോകും. पहला शैतान आपसे നാം भागेगा. ഓടിക്കാത്ത തന്നെ സാത്താൻ ഓടിക്കോളും. भगाए बगैर ही शैतान भागने അധിക लगेगा. കൃപ നമ്മുടെ മേൽ വെളിപ്പെടുമ്പോൾ, हमें अधिक अनुग्रह प्राप्त താഴ്മ होगी. നമ്മുടെ മേൽ വെളിപ്പെട്ട് കഴിയുമ്പോൾ, दीनता जब हमें प्रकट होता है, അടുത്തത് നമ്മുടെ മേൽ ആ ദൈവകൃപ പകരപ്പെടുമ്പോൾ സാത്താൻ ഓടും. जब हमारे ऊपर अनुग्रह आता है शैतान हमारे से भाग जाता है. സാത്താന് മനസ്സിലായി ഇവൻ കൃപ പ്രാപിച്ചിരിക്കുക, शैतान समझ जाता है ये अनुग्रह को पा चुका, ഇവനെ നമുക്ക് ആക്രമിക്കാൻ പറ്റില്ല, इसको ऊपर आक्रमण नहीं ഇവനെ कर നമുക്ക് सकते, തൊടാൻ പറ്റില്ല. इसको छू नहीं सकते. നമ്മൾ ഓടിക്കാതെ അവൻ वो ഓടിപ്പോക്കോളും. भगाए बगैर ही भाग जाएगा. കൃപ വർദ്ധിക്കണം. उसको करना ഈ है. ദിവസം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കൃപ വർദ്ധിക്കണം. व्यक्तिगत रूप से हमारे जीवन अनुग्रह को കുടുംബത്തിനകത്ത് बढ़ाना है. കൃപകൾ വർദ്ധിക്കണം. परिवारों के अनुग्रह को അതിന് बढ़ाना है. താഴ്ന്നേ മതിയാകത്തുള്ളൂ. इसलिए दीनता आना जरूरी താഴ്മ है. ധരിച്ചേ മതിയാകത്തുള്ളൂ. आपको दीन बनना ही താഴ്മ पड़ेगा. ധരിക്കുന്ന ദൈവമക്കൾ കൃപ വർദ്ധിച്ചുകൊണ്ടിരിക്കും. जो दीनता में जाता है उसके अनुग्रह बढ़ते हैं. സാത്താൻ നമ്മളെ വിട്ടോടി പോകും. शैतान हमसे भागेगा. മാത്രമല്ല ദൈവം നമ്മളോട് അടുത്ത് വരും. परमेश्वर हमारे निकट അല്ലേ? आएगा. നമ്മൾ താഴ്ന്നതിനനുസരിച്ച് जैसे जैसे हम दीन കൃപ बनते നമുക്ക് വർദ്ധിച്ചു വരുമ്പോൾ अनुग्रह बढ़ने पर ദൈവം നമ്മളോട് അടുത്ത് तो വരും. परमेश्वर हमारे निकट आ जाएगा. അത് മാത്രമല്ല, इसी के अलावा ദൈവം നിങ്ങളെ ഉയർത്തും. परमेश्वर हमें बढ़ाएगा. ദൈവം അടുത്ത് വന്നിട്ട് ചുമ്മാ നിൽക്കുകയല്ല, ദൈവം നമ്മളെ ഉയർത്തും. परमेश्वर हमें उठाएगा, ऊंचाई. ഇന്നൊന്ന് വിശ്വസിക്കാൻ പറ്റുമോ ദൈവമക്കൾ? क्या आप ये विश्वास कर सकते हैं? ദൈവത്തിന്റെ അടുക്കലേക്ക് നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിൽ अगर हम खुदा के करीब ആ जाते हैं അപ്പൻ നമ്മളെ ഉയർത്തും. तो पिता हमें ऊंचाइयों में ദൈവം उठाएगा. നമ്മളെ ഉയർത്തിയ ഉണ്ടല്ലോ, परमेश्वर अगर हमें ऊंचाइयों में उठाएगा ഒരുത്തനെ നമ്മളെ താഴ്ത്താൻ പറ്റില്ല. तो कोई हमें गिरा ना ഇന്ന് पाएगा. പകൽ എത്ര പേർക്ക് വിശ്വസിക്കും? कितना लोग विश्वास ഞാൻ करते പറഞ്ഞു, हैं? ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലാനുള്ള വ്യവസ്ഥ എന്താണ്? परमेश्वर के निकट जाने की व्यवस्था क्या मैंने നമുക്ക് बताया? വിശുദ്ധി ആവശ്യമാണ്, पहला हमें पवित्र होना जरूरी ശുദ്ധീകരണം है. ആവശ്യമാണ്. पवित्रता जरूरी വിശുദ്ധി है. ഇല്ലാതെ ദൈവത്തിന്റെ അടുക്കൽ ചെല്ലാൻ ഒക്കത്തില്ല. पवित्र हुए बगैर हम परमेश्वर के निकट नहीं जा सकते. എന്തുകൊണ്ടാണെന്നറിയോ? क्यों ऐसा? ദൈവം വിശുദ്ധനായതുകൊണ്ട്. क्योंकि परमेश्वर ദൈവം पवित्र है. പറഞ്ഞു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും
വിശുദ്ധരായി. इसलिए यीशु मसीह परमेश्वर ने कहा मैं पवित्र, इसलिए तुम भी पवित्र बनो. അപ്പൊ ഒന്ന് വിശുദ്ധി നമുക്ക് ആവശ്യമാണ്. इसलिए पहला पवित्रता होना है രണ്ട് വിശ്വാസം നമുക്ക് ആവശ്യമാണ്. और दूसरा विश्वास होना है. എത്ര പേര് കേൾക്കുന്നുണ്ട്? ദൈവത്തിന്റെ അടുത്തോട്ട് ചെല്ലുവാനുള്ള വ്യവസ്ഥയാ परमेश्वर के निकट जाने की आज्ञा या व्यवस्था ये. വിശുദ്ധി ആവശ്യമാ, पहला पवित्रता, വിശ്വാസം ആവശ്യമാ. दूसरा विश्वास होना. വിശ്വാസത്തിന്റെ അകത്ത് മൂന്ന് കാര്യമുണ്ട്. और विश्वास में भी 3 बातें बताई നിങ്ങൾ गई हैं. എബ്രായ ലേഖനം 11:6 വായിച്ചു നോക്കണം. इब्रानियों 11 का 6 पढ़ते हैं तो ദൈവത്തിന്റെ അടുക്കൽ വരിക, परमेश्वर के निकट आओ, ദൈവത്തെ അന്വേഷിക്കുക, परमेश्वर को खोजो, ദൈവം പ്രതിഫലം തരുമെന്ന് വിശ്വസിക്കുക. परमेश्वर हमें प्रतिफल देगा, विश्वास करें. ഒരു ദൈവ പൈതലിന്റെ വിശ്വാസം ഇതായിരിക്കണം. प्रभु के लोगों का विश्वास यही ഒന്ന് होना चाहिए. അങ്ങനെ വിശ്വസിക്കുമ്പോൾ ऐसे जब हम विश्वास ഞാൻ करते हैं ദൈവമക്കളോട് പറയും, നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര വ്യത്യാസം വരും. तब हमारे जीवन में बड़े बदलाव आते हैं. അപ്പൊ ഇന്ന് പകൽ നമ്മുടെ മനസ്സൊന്ന് ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കാം. तो आज हम हमारे हृदयों को खुदा में समर्पण करें. ഉറപ്പായിട്ട് നമ്മളെ ദൈവം ആദരിക്കാൻ दृढ़ ആഗ്രഹിക്കുന്നു. मैं कहता हूँ खुदा हमें आदर ഈ करेगा. ഉപവാസ പ്രാർത്ഥന ദൈവം നമ്മളെ ഉയർത്താൻ ആഗ്രഹിക്കുന്നു. इस विश्वास करें, उपवास प्रार्थना में हमें उठाएगा. ഏത് തരത്തിലുള്ള ഉയർച്ചയാണെന്നറിയോ? कैसी ऊंचाइयों में? വചനപ്രകാരമുള്ള ഉയർച്ച. वचन के द्वारा मिलने वाली വചനത്തിൽ ऊंचाइयां, നിലനിന്നിട്ട് കിട്ടുന്ന ഒരു ഉയർച്ച. वचन में बने रहकर मिलने वाली ऊंचाइयां, അത് നിത്യത വരെ നിൽക്കും. वो अनंत काल तक बना रहे. तो कुछ बातें समय काल के अनुसार समाप्त हो അല്ലാത്തതല്ല, जाएगी. അതിനൊന്നും വലിയ ഗ്യാരണ്ടി ഇല്ല. नहीं, उन बातों में बाकियों में गारंटी അതുകൊണ്ട് नहीं നമുക്ക് है. ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കാം. इसलिए अपने आप को